നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2025 എന്ന പുതുവർഷത്തേക്ക് കടക്കാൻ പോവുകയാണ്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ പലവിധ മാറ്റങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ്. രാശികൾ പല രീതിയിൽ മാറുന്നുണ്ട്. ഈ 2025 എന്ന് പറയുന്നത് തന്നെ പൊതുവായിട്ട് ഭാഗ്യങ്ങളുടെ വർഷമായിട്ടാണ് ജ്യോതിഷത്തില് കണക്കാക്കുന്നത്. ഭാഗ്യവർഷത്തില് നമ്മൾക്കും ഭാഗ്യമുണ്ടാകുമെന്ന് കരുതിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എങ്കിലും പല കാരണങ്ങളാല് ചില കാര്യങ്ങൾക്കെല്ലാം തടസ്സം വരുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതിന് ഒരു കാരണം എന്ന് പറയുന്നത് വാസ്തുവാണ്. ഈ തടസ്സങ്ങൾക്ക് പിന്നിലെ പ്രധാനമായിട്ട് ഒരു കാരണമായി വരുന്നത്. പലപ്പോഴും നമ്മുടെ വീട്ടില് നമുക്ക് ചുറ്റുമുള്ള പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ല. അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൽ നമ്മൾ വാസ്തു എന്ന് കേൾക്കുമ്പോൾ ആരും ഭയപ്പെടേണ്ട. കാരണം ഇതിന് പണച്ചെലവൊന്നുമില്ലാതെ തന്നെ നമ്മൾക്ക് നമ്മളുടെ ഗ്രഹത്തിലുള്ള നെഗറ്റീവ് എനർജികളെ പുറന്തള്ളുകയും പോസിറ്റീവ് എനർജികളെ ഉള്ളിലേക്ക് ആവാഹിക്കുകയും ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങളിത് എപ്പോഴാണോ കേൾക്കുന്നത് അന്ന് മുതൽ നിങ്ങൾ ചെയ്തു തുടങ്ങുന്നത് വളരെ നന്നായിരിക്കും. പുതിയൊരു വർഷത്തേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ 1-ാം തീയതി തന്നെ ഇത് തുടങ്ങുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കരിയറിലും വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും സാമ്പത്തിക സ്ഥിതിയിലും എല്ലാം അഭിവൃദ്ധി ഉണ്ടാവുന്നതാണ്. വാസ്തുപ്രകാരമുള്ള ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്നതിന് സഹായിക്കുന്നതാണ്. വാസ്തുപ്രകാരം നിങ്ങൾ ശ്രദ്ധിക്കാതെ വിടുന്ന ചെറിയ കാര്യങ്ങൾ പോലും നാളെ നിങ്ങളുടെ ഐശ്വര്യത്തിലേക്കുള്ള തുടക്കമാണ്. പുതുവർഷത്തിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് നെഗറ്റീവ് ഫലങ്ങൾ ഒഴിവാക്കി എന്തൊക്കെയാണ് വീടുകളിൽ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് മന്ത്രജപം നല്ലതാണ്. മന്ത്രജപം നടത്തുന്നത് കൊണ്ട് ശുഭകരമായിട്ടുള്ള പല മാറ്റങ്ങളും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് കഴിയുന്നതാണ്. ലക്ഷ്മി കടാക്ഷം എല്ലാവർക്കും അനിവാര്യമാണ്. പലപ്പോഴും സമാധാനവും സന്തോഷവും ഐശ്വര്യവും എല്ലാം കൈവരുന്നതിന് വേണ്ടി അതിരാവിലെ എഴുന്നേറ്റ് ശാന്തമായ സന്തോഷകരമായ മനസ്സോടുകൂടി ലക്ഷ്മി സൂക്തവും ഗായത്രി മന്ത്രവും ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതൊന്നും ജപിക്കാൻ കഴിയാത്തവര് ഓം എന്ന ഓംകാര ശബ്ദം, അതായത് ഓം എന്ന ശബ്ദം പല ആവർത്തി ഉരുവിടുന്നത് വളരെ നന്നായിരിക്കും. ഓം എന്ന ശബ്ദം ഉരുവിടുമ്പോൾ ശബ്ദത്തിന് ഒരു വൈബ്രേഷൻ ഉണ്ടാകുകയും അത് അന്തരീക്ഷത്തില് പോസിറ്റീവ് എനർജി ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. ഈ ഓം എന്ന ശബ്ദം നമ്മൾ നാഭിയിൽ നിന്നാണ് പുറപ്പെടുവിക്കേണ്ടത്. അതായത് നമ്മളുടെ പുൽച്ചൊടിയുടെ അവിടെ നിന്ന് മുകളിലേക്ക് വന്ന് ഖണ്ഡത്തിലൂടെ പുറത്തേക്ക് പോകണം എന്നാണ് പറയുന്നത്. ഇതുപോലെയാണ് ഓംകാരം പുറപ്പെടുവിക്കേണ്ടത്. ഓംകാരം പുറപ്പെടുവിക്കുന്നത് മൂലം ജീവിതത്തില് വളരെ വലിയ മാറ്റമാണ് ഉണ്ടാവുന്നത്. ഓംകാരം 101 തവണ പുറപ്പെടുവിക്കുന്നത് നല്ലതായിരിക്കും. നമ്മളുടെ കേരളീയ ആചാരത്തില് കോലമിടുക എന്ന് പറയുന്നത് വളരെ വിരളമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. നമ്മുടെ കേരളീയ ആചാരത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. തമിഴ് ആചാരമായതുകൊണ്ട് തന്നെ ആരും ഇത് അത്ര വേണ്ടത്ര ഗൗനിക്കാറില്ല. എന്നാൽ വീട് വൃത്തിയാക്കി കോലം വരയ്ക്കുന്നത് വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നതിന് വലിയൊരു കാരണമാവുന്നുണ്ട്. ജീവിതത്തിലെ വാസ്തുപ്രകാരമുള്ള നിങ്ങളുടെ തേടി വരേണ്ട ഭാഗ്യങ്ങളെല്ലാം ലക്ഷ്മി ദേവി കൊണ്ടുവന്ന് തരുന്നു എന്നാണ് കോലം വരയ്ക്കുന്നതിലൂടെ നിങ്ങൾക്ക് നേടാൻ കഴിയുന്നത്. ഐശ്വര്യവും സമൃദ്ധിയും സ്വന്തമാക്കുന്നതിന് വേണ്ടി ഇഷ്ടദേവതയെ ആരാധിക്കേണ്ടതാണ്. ഒപ്പം തന്നെ ലക്ഷ്മി ദേവിയും ആരാധിക്കുക. സന്തോഷത്തിനും സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി ഈ ദിനത്തില് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. മാത്രമല്ല മനസ്സ് പുതുമയുള്ളതും പോസിറ്റീവായി നിലനിർത്താനും വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുവാൻ ശ്രമിക്കുക. നെഗറ്റീവ് ആയിട്ടുള്ള സംസാരമുള്ളവരിൽ നിന്ന് സംസർഗം ഒഴിവാക്കുന്നതും വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ വാസ്തുശാസ്ത്ര പ്രകാരം പഴയ വസ്ത്രങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. ഒരുപാട് പഴകിയ വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ച് കളയുകയും വലിയ വില കൂടിയ വസ്ത്രങ്ങളല്ലെങ്കിലും പുതിയ വസ്ത്രങ്ങൾ വാങ്ങി ധരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. കാരണം പഴയ വസ്ത്രങ്ങൾക്ക് നെഗറ്റീവ് എനർജിയെ ആഗിരണം ചെയ്യാനുള്ള ശേഷി വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. കൂടാതെ ദാനം ചെയ്യുന്നത് മഹത്തായ ഒരു കർമ്മമാണ്. നിങ്ങൾക്ക് ഐശ്വര്യവും സമാധാനവും സംതൃപ്തിയും എല്ലാം നൽകുന്നതാണ്. വാസ്തുപ്രകാരം ദാനം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പക്ഷേ കൈ അറിഞ്ഞ് ദാനം ചെയ്യുക. അനുഗ്രഹത്തിന് വേണ്ടി ഉള്ളതെല്ലാം വിറ്റുപിറക്കി ദാനം ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിൽ ഉള്ളതിൽ പങ്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത് കൊടുക്കേണ്ട, ദാനം ചെയ്യേണ്ട, സ്വീകരിക്കുന്ന ആളുടെ കാര്യം കൂടി പറയേണ്ടതുണ്ട്. നിങ്ങൾ 1 രൂപയാണ് ദാനം കൊടുക്കുന്നതെങ്കിലും അത് അയാൾക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ മാത്രമേ കൊടുക്കാവുള്ളൂ. അയാൾക്ക് അതിന്
ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ദാനം കൊടുക്കാവുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഐശ്വര്യം ലഭിക്കുകയുള്ളൂ. പണമായി കൊടുക്കുന്നതിലും നല്ലത് ദാനം വസ്ത്രമായോ ഭക്ഷണമായോ നൽകുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചിട്ട വരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യം വന്നു ചേരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങൾക്കുണ്ടാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.